Okay, students, today's our topic is about evidences of evolution. The last ക്ലാസ്സിൽ നമ്മൾ എവല്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എവല്യൂഷൻ. അപ്പോൾ അതിൻ്റെ എവല്യൂഷൻ്റെ ഡിഫറെൻറ്റ് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് ഡിഫറെൻറ്റ് കെമിക്കൽ എവല്യൂഷൻ തിയറി, ഒപ്പാരിൻ ഹാലിഡേൻ തിയറി, ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. ഇനിയും ഈ എവല്യൂഷൻ്റെ എവിഡൻസസ്, തെളിവുകൾ എന്താണ്? എവല്യൂഷൻ ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു രൂപം ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും രൂപമായിരുന്നോ? അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും എവിഡൻസ്, തെളിവ്, എന്തിനും വേണമല്ലോ തെളിവ് അല്ലേ? ഇപ്പോൾ നിങ്ങളിപ്പം എക്സാം ടെസ്റ്റ് പേപ്പർ ഇടുന്നു, നിങ്ങൾക്ക് നോക്കിയാണ് എഴുതേണ്ടത്, നോക്കാം. അത് ടീച്ചേഴ്സ് എപ്പോഴും ഡൗട്ട്സ് ആണല്ലേ. അപ്പോൾ അതിന് തെളിവ് നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്? അപ്പം ഒരു തരത്തിൽ ഒന്നിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിൽ കൊണ്ട് നടത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്തിന് നമുക്ക് ഒരു തെളിവ് ആവശ്യമാണ്, എവിഡൻസസ് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് ട്രൂ ആണ്, നമുക്കത് വിശ്വസിക്കാനാവുള്ളൂ. അപ്പോൾ എവല്യൂഷൻ്റെ കേസിലും നമ്മൾക്ക് എവിഡൻസസ് ആവശ്യമാണ് അല്ലേ? വി നീഡ് എവിഡൻസസ്. What are the different evidences? First evidence, paleontological evidences. Paleontological evidences. I think you heard the term paleontology. You know what is the meaning of paleontology? Paleontology means it's a study of fossils. ഫോസിൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഫോസിൽ എന്താണ്? ദാറ്റ് മീൻസ് ഫോസിൽസ് എന്ന് വെച്ചാൽ പാറക്കൂട്ടങ്ങളിൽ പണ്ടുകാലങ്ങളിൽ ജീവിച്ചിരുന്ന, അതായത് സ്റ്റോൺസിലൊക്കെ, അതായത് ഇപ്പോൾ ഈ അടുത്ത് നമുക്കൊരു ഫ്ലഡ് വന്നല്ലേ, പ്രളയം വന്നപ്പോൾ കുറേ സാധനങ്ങൾ ആ വെള്ളത്തിൽ കിടന്ന് ചത്തൊടുങ്ങി തന്നിട്ട് അതിൻ്റെ മുകളിൽ ഉരുൾപെട്ട്, അല്ലെങ്കിൽ മുകളിൽ മണ്ണടിയണു വീണ്ടും വന്നപ്പം അതിൽ ഉറച്ചു പോയ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഈ ഓർഗാനിസംസ് അവിടെ അലിഞ്ഞു ചേരണം, അതായത് അവിടെ പറ്റിപ്പിടിക്കണു. യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാവാണ്ട് അവിടെ പറ്റി പിടിക്കുക. അതിൻ്റെ പുറത്ത് വേറെ സെഡിമെൻറ്റ്സ്, ഇഷ്ടംപോലെ സെഡിമെൻറ്റേഷൻ, അതായത് അടുത്ത ലെയർ ഓഫ് സോയില്, അതർ മാറ്റേഴ്സ്, ഇതെല്ലാം ഒന്ന് മൂടണുണ്ടോ. എന്നാൽ പോലും ആ ഓർഗാനിസം, ഏത് ഓർഗാനിസംസ് ആണോ ആ ഓർഗാനിസംസും അവിടെ അതേപോലെ തന്നെ അതിനുള്ളിൽ ഉറച്ചിരിക്കും മീൻസ് അതിൻ്റെ എല്ലാ സെയിം സ്ട്രക്ചർ, അവയുടെ മാസ് ഓഫ് ബോഡി ഓഫ് മാസ് ഒക്കെ ഡീക്കേ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അവിടെ ഷേപ്പ് ഇതെല്ലാം ആ ഒരു ഇതിൽ അവിടെ പറ്റിപ്പിടിച്ചിരിക്കും. അതാണ് ഫോസിൽസ്, ഒരു ചേഞ്ചസും ഇല്ലാണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഫോസിൽസ് ആർ പെട്രിഫൈഡ് റിമൈൻസ് ഓഫ് ഓർഗാനിസം ദാറ്റ് ലിവ്ഡ് ഇൻ ദ പാസ്റ്റിൽ ജീവിച്ചിരുന്ന ഓർഗാനിസംസിൻ്റെ പെട്രിഫൈഡ് റിമൈൻസ്, അതായത് ഉറച്ച, പെട്രിഫൈഡ് മീൻസ് സ്ട്രെങ്തൻ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റിമൈൻസ്, ദാറ്റ്സ് എ ഫോസിൽസ് ആർ പെട്രിഫൈഡ് റിമൈൻസ് ഓഫ് ഓർഗാനിസം that live in the past organism. അപ്പോൾ അതിനെക്കുറിച്ച്, ആ ഫോസിൽസിൻ്റെ സ്റ്റഡിയാണ്, അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുക. എന്തായിരുന്നു അവയുടെ ഓരോ ഫീച്ചേഴ്സും എടുത്ത് അതിനെ പ്രത്യേകം സ്റ്റഡി, ആ സയൻസിൽ ആ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നു. ഇത് റെപ്രസെൻറ്റ് എക്സ്റ്റിൻറ്റ് ഓർഗാനിസംസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ആ ഫോസിൽ സ്റ്റഡി കൂടുതലും അത് ചെയ്യപ്പെടുന്നത്. ദാറ്റ്സ് എ പാലിയന്റോളജിക്കൽ എവിഡൻസസ്. അപ്പോൾ ഈ പാലിയന്റോളജിക്കൽ എവിഡൻസ് അതേപോലെ തന്നെ ഏത് വർഷം ഇത് ഫോം ചെയ്യും, ഒരു ഡേറ്റിംഗ്, റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് എന്ന പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ആ ഒരു സ്ട്രക്ചർ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പല ടെക്നിക്കുകൾ, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ടെക്നിക്കുകൾ വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്കിത് എന്ന് ഫോം ചെയ്തു, ഏത് കാലയളവിൽ ഇത് ഇവിടെ പറ്റിച്ചേർന്ന് അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ളതാണ്, ഇതൊക്കെ നിർണ്ണയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. But that's the first is a paleontological evidence. What's a paleontology? It is a study of fossils. What are the fossils? Fossils are petrified remains of organism that live in the past organism. Past organismsൻ്റെ ജീവിച്ചിരുന്ന പാസ്റ്റ് ഓർഗാനിസംസിൽ അവയുടെ ആ ഓർഗാനിസംസിൻ്റെ റിമൈൻസ്, അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉറച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവയുടെ ആ റിമൈൻസ് പെട്രിഫിക്കേഷൻ നടന്നതിന് ശേഷം എവിടെയെങ്കിലും പറ്റിച്ചേർന്നിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽ സ്റ്റഡി? എന്താണ് ഫോസിൽസിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി ദ ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് എക്സ്റ്റിൻറ്റ് ആനിമൽ. നോക്കിയാൽ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് ഇത്. നമുക്ക് ഈ ഫോസിൽ സ്റ്റഡി മൂലം ആ ഒരു ഓർഗാനിസംസിന്, എക്സ്റ്റെൻഡായി പോയ ആനിമൽസിൻ്റെ
ഫോം, അതെങ്ങനെയുള്ള ഫോമേഷൻ, പ്രത്യേക ഒരു ഷേപ്പ്, അതുപോലെ തന്നെ സ്ട്രക്ചർ, ഇതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി ദ ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ ഓഫ് എക്സ്റ്റൻറ്റ് ഓർഗാനിസം. എങ്ങനെയാണ് ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ഓർഗാനിസം ഒക്കെ മനസ്സിലാക്കുന്നത്? അവയുടെ മോഡ് ഓഫ് ഫീഡിങ് അനുസരിച്ച് പല്ലുകളുടെ ആ ഒരു മൗത്തിൻ്റെ സ്ട്രക്ചർ, പല്ലുകളുടെ ഫോം, പിന്നെ അവയുടെ സ്ട്രക്ചർ ഓഫ് ബോഡി ഷേപ്പ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ബിഹേവിയർ ഓഫ് എക്സ്റ്റൻറ്റ് ഓർഗാനിസം ഇതൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then a study of fossil in different sedimentary layer indicate the geological period in which they existed. Is a study of fossil in different sedimentary layers. അതായത് നമ്മളിപ്പോൾ നമ്മൾ ഖനനം ചെയ്യുക എന്നാണ് പറയുന്നതിന്. അതായത് ഭൂമി കുഴിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ അടിയിൽ, അപ്പോൾ എത്രമാത്രം സെഡിമെൻ്ററി ലെയേഴ്സ് അവിടെ ഫോം ചെയ്തിരിക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ ഫോസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എത്രമാത്രം ലെയേഴ്സ് ഫോം ചെയ്യിക്കുന്നു, അതിനനുസരിച്ച് ആ ജിയോളജിക്കൽ പീരിയഡ് ഇൻ വിച്ച് ഇത് എക്സിസ്റ്റഡ് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി ദ എവല്യൂഷണറി ഹിസ്റ്ററി, ഫൈലോജനി ഓഫ് സർട്ടൻ ആനിമൽസ് ലൈക്ക് ഹോഴ്സ്, എലിഫൻറ്റ്, മാൻ, എക്സെട്ര. അതേപോലെ തന്നെ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് സർട്ടൻ, ചില ആനിമൽസിൻ്റെ ഫൈലോജനി, പൂർവികരെ കണ്ടുപിടിക്കാനായിട്ടും നമ്മൾക്ക് സാധിക്കും. എവല്യൂഷൻ ഹിസ്റ്ററി ഓഫ് സർട്ടൻ ആനിമൽസ് ലൈക്ക് ഹോഴ്സ്, എലിഫൻറ്റ്, മാൻ. ഇപ്പോൾ നമ്മുടെയൊക്കെ പൂർവികരെ കണ്ടെത്തിയിരിക്കുന്നതാണ്. നമ്മുടെയൊക്കെ മുമ്പുണ്ടായിരുന്നത് മങ്കീസ്, അതിനു മുമ്പ് തന്നെ ഓസ്ട്രേലിയപിത്തിക്കൻസ്, രാമാപിത്തിക്കൻസ്, അങ്ങനെ പല ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഫോസിൽ സ്റ്റഡി മൂലമാണ്. ഓരോ ജിയോളജിക്കൽ പീരീഡിൽ ടൈമിൽ ഏതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളോ കഴിയുമ്പോൾ നമ്മുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും എത്തണത്, നമുക്കും എവല്യൂഷൻ വരും, വേറെ ഫോംസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളുടെ അപ്പോൾ എല്ലാ കാലങ്ങളിലും എവല്യൂഷൻ സംഭവിക്കാറുണ്ട്. അതിനനുസരിച്ച് അതിനുശേഷം വർഷങ്ങൾ നീളുന്തോറും എവല്യൂഷൻ നടന്ന് പുതിയ ഫോംസ് അല്ലെങ്കിൽ പുതിയ ആനിമൽസ് ഉണ്ടാവാറും ഉണ്ട്. ദ പ്രസൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഫോംസ് ഇൻ ഫോസിൽ റെക്കോർഡ് indicate the connecting link between two group of organism. നോക്കൂ, the presence of intermediate forms in fossil record in ചില ഇൻ്റർമീഡിയറ്റ് ഫോംസ്, അതായത് എവല്യൂഷൻ ആണല്ലോ, അതായത് സഡൻ ചേഞ്ചസ് അല്ല ഉണ്ടാവുന്നത്, സ്ലോ ചേഞ്ചസ് ആണ് വരുന്നത്. ഓരോ ആനിമൽസിലും നമ്മൾ പോലും അറിയാണ്ട് ചെറിയ ചേഞ്ചസിൽ വന്ന് ഒരു ന്യൂ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വരികയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഓർഗാനിസംസിനെ കണക്റ്റിംഗ് ലിങ്ക്, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഉണ്ടായിരുന്നത് മാറി ഒരു പുതിയ ഗ്രൂപ്പ് ആവുന്നത്. അപ്പോൾ രണ്ട് ഗ്രൂപ്പിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന, അതായത് രണ്ട് ക്ലാസ്സിൻ്റെയും സെയിം ഫീച്ചേഴ്സുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും പഠിച്ചു അല്ലേ. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള കണക്റ്റില്ലെങ്കിൽ ഹെമി കോഡേറ്റ്. അപ്പോൾ ഹെമി കോഡേറ്റിക്ക് കോഡേറ്റിൻ്റെ ഫീച്ചർ ഉണ്ടായി, നോൺ കോഡേറ്റ്സിൻ്റെ ഫീച്ചർ ഉണ്ടായി അല്ലേ. അപ്പോൾ അത് കണക്റ്റ് ലിങ്കായിട്ട്. അതേപോലെ തന്നെ ഈ ഫോസിൽസിലും ഒരു ഇൻ്റർമീഡിയറ്റ് ഫോംസ് നിൽക്കും. അതെന്തിനാ? കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിൻ്റെ കണക്റ്റിംഗ് ലിങ്ക് കാണിക്കാനാണ്. ഒരു എക്സാമ്പിളാണ് ആർക്കിയോപ്റ്ററിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടത്. ആർക്കിയോപ്റ്ററിക്സ് ഷോ ദ ഫീച്ചർ ഓഫ് ബോത്ത് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഫീച്ചർ കാണിക്കുന്നതാണ് ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയുന്നത്. ആർക്കിയോപ്റ്ററിക്സ്. സോ ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് റെപ്റ്റൈൽ ബേർഡ് എന്ന് പറയും. അതായത് ആർക്കിയോപ്റ്ററിക്സ് ആസ് എ ബീക്ക് ലൈക്ക് ബേർഡ്സ് ബട്ട് ദ ബീക്ക് ഹാഡ് ടീത്ത് ലൈക്ക് റെപ്റ്റൈൽസ്. ആർക്കിയോപ്റ്ററിസിന് ബീക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അത് ബേർഡ്സിന് സ്ട്രക്ചറാണ് അല്ലേ. പക്ഷേ ആ ബീക്കിനുള്ളിൽ ടീത്ത് പ്രസൻ്റ് ആണ്. ദ ബീക്ക് ഹാഡ് ടീത്ത് ലൈക്ക് റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസിനെ പോലെ വലിയ ടീത്തുകളാണ് അവയ്ക്ക്, ആ ഒരു അറേഞ്ച്മെൻറ്റ് ടീത്താണ് പ്രസൻ്റ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർക്കിയോപ്റ്ററിക്സിനെ എന്ത് കണക്റ്റിംഗ് ലിങ്കായിട്ട്, റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഇടയ്ക്കുള്ള കണക്റ്റിംഗ് ലിങ്കായിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഫോസിൽസിൽ ദ പ്രസൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഫോംസ് ഇൻ ഫോസിൽ, ഇൻ്റർമീഡിയറ്റ് ഫോംസിൽ നമുക്ക് കണ്ടാൽ അത് രണ്ട് ഗ്രൂപ്പിൻ്റെ കണക്റ്റിംഗ് ലിങ്കായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ആർക്കിയോപ്റ്ററിക്സിൻ്റെ ഇറ്റ്സ് ഫോർലം ഈസ് മോഡിഫൈഡ് ഇൻ ടു വിങ്സ് ലൈക്ക് ബേർഡ്സ് ബട്ട് ദ വിങ്സ് പ്രോസസ് ത്രീ ഫ്രീ ഡിജിറ്റ്സ് ബിയറിംഗ് ക്ലോസ് ലൈക്ക് റെപ്റ്റൈൽസ്. നമുക്ക് വേറൊരു ഫീച്ചറാണ് ആർക്കിയോപ്റ്ററിക്സ്. അതിന് ഫോർലിംസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. വിങ്സ് ലൈക്ക് പറക്കാനായിട്ട് സാധിക്കുന്ന വിങ്സ് ഉണ്ട്. പക്ഷേ ദാറ്റ് വിങ്സ് പോസസ് 3 ഫ്രീ ഡിജിറ്റ്സ് ബിയറിംഗ് ക്ലോസ്. റെപ്റ്റൈൽസിൻ്റെ കൂർത്ത നഖം പോലെ തന്നെ 3 ഫ്രീ ഡിജിറ്റ്സ് ഈ ആർക്കിയോപ്റ്ററിക്സിനുണ്ട്. വിങ്സ് ആർ മെയ്ഡ് ഓഫ് ഫെദേഴ്സ് ലൈക്ക് ബർഡ്സ് ബട്ട് സ്കെയിൽസ് ആർ ഓൾസോ പ്രസൻറ്റ് ലൈക്ക് റെപ്റ്റൈൽസ്. വിങ്സ് ആർ
അവയുടെ തന്നെ ആർക്കിയോപ്റ്ററിക്സിൽ വിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫെതേഴ്സ് കൊണ്ടാണ്. ബട്ട് സ്കെയിൽസിലെ പോലെ തന്നെ റെപ്റ്റൈൽസിലെ പോലെ തന്നെ സ്കെയിൽസും അവയുടെ ബോഡിയിൽ പ്രസൻ്റ് ആണ്. ഇറ്റ് ഹാസ് ഫെതറി ടെയിൽ ലൈക്ക് ദ ബേർഡ്സ് ബട്ട് ഹാഡ് ടെയിൽ വെർട്ടിബ്ര. അവയുടെ ബേർഡ്സിലേക്ക് പോലെ ഫെതറി ടെയിലാണ്, പക്ഷേ വെർട്ടിബ്രയുടെ പോലെ നീളമുള്ള ഹാഡ് ടെയിൽ വെർട്ടിബ്രയാണ് അവയ്ക്കുള്ളത്. നോക്കുമ്പോൾ നമുക്ക് ഫെതേഴ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ടെയിലിൽ വെർട്ടിബ്രയുണ്ട്. അപ്പോൾ അത് റെപ്റ്റൈൽസിൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് റെപ്റ്റൈൽസിൻ്റെ ബേർഡ്സിൻ്റെ ഫീച്ചർ ആർക്കുള്ളതുണ്ട്? നമ്മൾ ആരുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്? ആർക്കിയോപ്റ്ററിക്സ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ പിക്ചർ എടുത്ത് നോക്കുക കേട്ടോ. ആർക്കിയോപ്റ്ററിക്സ്. സോ ഇറ്റ് ഇസ് എ കണക്റ്റീവ് ലിങ്ക് ബിറ്റ്വീൻ ടു ഓർഗാനിസം. അപ്പോൾ ആർക്കിയോപ്റ്ററിക്സിൻ്റെ ഫോസിൽ സ്റ്റഡി പ്രൂവ് ചെയ്യുന്നത് ദിസ് ആർക്കിയോപ്റ്ററിക്സ് ഈസ് കൺസിഡർഡ് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, birds and reptiles. Okay, clear? That's a paleontological evidence. The age of fossils are calculated by radioactive dating. ഏജ് ഓഫ് ഫോസിൽസ് റെക്കോർഡ് ചെയ്യുന്ന സെഡിമെൻ്ററി ലെയർ ഫോം ചെയ്യുന്നതനുസരിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാൽക്കുലേഷൻ നടത്തുന്ന മെത്തേഡാണ് റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ്. പർട്ടിക്കുലർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. ആ ഒരു ടെക്നിക്കിൻ്റെ ഒരു പർട്ടിക്കുലർ കാൽക്കുലേഷൻ മെത്തേഡിൻ്റെ പേരാണ് റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? That's a paleontological evidences. Paleontological evidences. What's a paleontology? Study of fossils. Fossils are remains of the past organisms preserved in the rocks or other media. Okay, and this one study of different sediment layers represent the geological time period in which they formed. നമുക്ക് predict ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡിഫറെൻറ്റ് ഏജ്ഡ് ഓർഗാനിസംസ്, ഡിഫറെൻറ്റ് ഏജ് റോക്സ് ഇറ്റ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഫോസിൽ ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് ഓഫ് ആ ഒരു പർട്ടിക്കുലർ കാലയളവിൽ ചത്തൊടുങ്ങിയ എല്ലാ ഓർഗാനിസംസിനും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എവിഡൻസസ് എന്ന് പറയുന്നത് മോർഫോളജിക്കൽ എവിഡൻസസ് ആണ്. കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജി. നമ്മൾ കമ്പയർ ചെയ്യുക. അനാറ്റമി എന്തിട്ടാണ്? അവിടെ ഇൻറ്റേർണൽ സ്റ്റഡി ഓഫ് സ്ട്രക്ചറാണ്. മോർഫോളജി ഇവിടെ ബേസിക് ഫീച്ചേഴ്സ് നോക്കിയിട്ടല്ലേ. അപ്പോൾ അവയുടെ കമ്പയർ ചെയ്യുക. കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസസ്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് മോർഫോളജി ആൻഡ് അനാറ്റമി ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓർ പ്ലാന്റ്സ്. ആനിമൽസിൻ്റെ മാത്രമല്ല പ്ലാന്റ്സിൻ്റെയും നമുക്ക് പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ